സർ, അങ്ങനെ പറഞ്ഞു ചെയറിനെ അന്ധനാക്കരുത് എന്ന്. കഴിഞ്ഞ കുറേ ദിവസമായി ചെയറിനെ പ്രതിപക്ഷാംഗങ്ങൾ അക്ഷരാർത്ഥത്തിൽ അന്ധരാക്കുകയാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിനെ ആരാണ് അന്ധനാക്കിയത് എന്നാണ്. ഗാന്ധാരിയെ പോലെ സ്വയം അദ്ദേഹത്തിന്റെ കണ്ണ് കെട്ടി എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ അദ്ദേഹം ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. എങ്ങനെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെ സ്വയം ന്യായീകരിച്ച് പരിഹാസ്യരാവാൻ കഴിയുന്നത്? ലോകം മുഴുവൻ കണ്ടതാണ് ഇന്നലെ ഇവിടെ എന്താണ് കണ്ടത് എന്ന്. അത് സർ അവിടെ ചാടിക്കയറിയ പടങ്ങൾ ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഇത് ആ ചാടിക്കയറിയ അംഗം വല്ല ഹൈജമ്പിന് പോയിരുന്ന് പണ്ടേ പരിശീലിച്ചിരുന്നെങ്കിൽ ഇതിനൊക്കെ വലിയ ഗുണമുണ്ടാവുമായിരുന്നു, നാടിന് വലിയ ഗുണമുണ്ടാവുമായിരുന്നു. സർ, അങ്ങനെയല്ലേ ചാടിക്കയറിയത്? സർ, ഇവിടെ നിന്ന് മുന്നിലൂടെ രണ്ടംഗങ്ങളാണ് ചാടിക്കയറിയത്. ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു അതിലൊരാൾ നിയമജ്ഞനാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അതെ, നിയമപരമായിട്ടുള്ള ചാട്ടമായിരുന്നു എന്ന് ബഹുമാനായിട്ടുള്ള മുഖ്യമന്ത്രിയോട് പറഞ്ഞു. സാർ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് എല്ലായ്പ്പോഴും പാർലമെന്ററി മര്യാദകളെ കുറിച്ച് വലിയ ക്ലാസ് എടുക്കുന്ന ആളാണ്. 25 വർഷത്തെ പാർലമെന്ററി അനുഭവമുള്ളയാളാണ്. അദ്ദേഹത്തെ പോലൊരാൾ ഇന്നലെ ഇവിടെ നടന്നതിനെ മുഴുവൻ ഇന്നലെ ന്യായീകരിച്ചു, അതും മതി വരാതെ ഇപ്പോൾ വന്ന് വീണ്ടും ന്യായീകരിക്കുന്നു എന്നുള്ളത് ഈ ലോകം മുഴുവൻ കാണട്ടെ സർ. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. സർ, ഒരു മിനിറ്റ്. ഇരട്ടത്താപ്പിന്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇരട്ടത്താപ്പിന്റെ നേതാവ് കൂടിയായി മാറിയിരിക്കുകയാണ് സർ. അതാണ് നമ്മളിവിടെ കാണുന്നത്. സർ, ഇവിടെ ഇന്നലെ ബഹുമാന്യരായ സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ആക്ഷേപിച്ചു എന്ന് പറഞ്ഞു. എന്താക്ഷേപമാണ് നടത്തിയത്? BBG റാംജി ബില്ല് പാസാക്കിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടെ പ്രിയങ്ക ഗാന്ധി ചായ കുടിച്ചു എന്ന് പറഞ്ഞതാണോ ആക്ഷേപം, കുടിച്ചതാണോ ആക്ഷേപം? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഉള്ള കാര്യമേ പറഞ്ഞുള്ളൂ. ഞാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് സഭയ്ക്ക് പുറത്ത് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ പോലും ഇവിടെ ഉദ്ധരിച്ചിട്ടില്ലല്ലോ. പ്രിയങ്ക ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു. ഏതെങ്കിലും അങ്ങേക്ക് പരിശോധിക്കാം. മന്ത്രിമാർ, ഞാൻ അടക്കമുള്ള മന്ത്രിമാർ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു വാക്ക് അതിൽ പാർലമെന്ററി അല്ലാത്ത അല്ലെങ്കിൽ ഉചിതമല്ലാത്ത ഏതെങ്കിലും വാക്കുണ്ടെങ്കിൽ തിരുത്താമെന്ന് മാത്രമല്ല ഞങ്ങളെ ശാസിക്കാം. ഞങ്ങളൊന്നും അറിയാതെ പോലും ഒരു മോശം വാക്ക് ഉച്ചരിക്കുന്നവരല്ല, അങ്ങനെ ശീലിച്ചവരും അങ്ങനെ വളർന്നവരുമല്ല. ഒരു മിനിറ്റ് ഈ ബഹുമാന്യയായ സോണിയാഗാന്ധിയെ അധിക്ഷേപിക്കാൻ ഇവിടെ ആരും ശ്രമിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവരെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ബഹുമാന്യയായ സോണിയാഗാന്ധിയെ തെരുവിലിട്ട് ചെണ്ട കൊട്ടുന്നവരെ കൊട്ടാനുള്ള അവസരം നൽകുന്നത് പ്രതിപക്ഷമാണ്. നിങ്ങൾ വ്യക്തമാക്കേണ്ടത് സ്വർണം കട്ടയാളും സ്വർണം വാങ്ങിയാളും മൂന്നാമത്തെ ആളും ഒന്നിച്ച് 2 തവണ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നു. ആര് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് അവരെ കൊണ്ടുപോയി എന്നുള്ളത് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റ് തിളക്കമുണ്ടാകും. സോണിയാഗാന്ധിയെ പോലെ ഇത്രമാത്രം സെക്യൂരിറ്റി ഉള്ള ഒരാളുടെ കയ്യിൽ ഈ സ്വർണത്തിന്റെ സ്വർണം മോഷ്ടിച്ച ആൾക്ക് സ്വർണം വാങ്ങിയ ആളുടെ സാന്നിധ്യത്തിൽ കെട്ടാൻ അവസരം ഒരുക്കിയത് ആരാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയാൽ സോണിയാഗാന്ധിക്ക് 10 മാറ്റിന്റെ തിളക്കമുണ്ടാകും. നിങ്ങൾ സോണിയാഗാന്ധിയെ തെരുവിലിട്ടടിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്ന പ്രതിപക്ഷമാണ്, കോൺഗ്രസ് ആണ്. അത് BJPയോടുള്ള താല്പര്യമാണ് സാർ. ഞങ്ങളിവിടെ പറഞ്ഞില്ലല്ലോ സോണിയാഗാന്ധിയെ കുറിച്ച് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞത്, ഡൽഹിയിൽ FIR ഇടാൻ പറഞ്ഞത്, പുരാവസ്തു കച്ചവടത്തിന്റെ കാര്യം ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ആര് കൊണ്ടുപോയി? ഒരു MP, ഒരു UDF കൺവീനർ കൊണ്ടുപോയി കെട്ടിക്കൊടുക്കുന്നു. സ്വർണം കട്ടയാൾ വാങ്ങിയാൽ മൂന്നാമത്തെയാൾ ഒറ്റ ഫ്രെയിമിലുള്ള 2 ചിത്രങ്ങൾ സോണിയാഗാന്ധിക്കൊപ്പം മാത്രം. വ്യക്തമാക്കട്ടെ, അതോടുകൂടി സോണിയാഗാന്ധിക്ക് 10 മാറ്റ് തിളക്കമുണ്ടാക്കും. നിങ്ങൾ അവരെ തെരുവിലേക്ക് വലിച്ചെറിയുന്നു.